ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ഞാൻ നേരത്തെ റെഡിയായി ഇറങ്ങിയാണ്. ഓഫീസിൽ പോകുന്നതിന് മുൻപ് ഒരു അമ്പലത്തിലേക്കാണ് പോകുന്നത്. അമ്പലം എവിടെയാണെന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ പോകുന്നു, ബസ്സിലാണ് പോകുന്നത്. അങ്ങനെ ഞാൻ മെയിൻ റോഡിൽ നിന്നും ഈ ഇടുങ്ങിയ വഴിയിലൂടെ എളുപ്പത്തിലങ്ങ് പോളയത്തോട്ടിലേക്ക് ഇറങ്ങാനുള്ളൊരു വഴിയാണ്. അങ്ങനെ ആ വഴിയെ ഞാൻ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കയ്യിലൊരു കുടയൊക്കെ ഉണ്ട്. കുടയൊക്കെ പിടിച്ച് ഞാനിങ്ങനെ പതുക്കെ നടന്നു പോകുന്നു. ഈ വഴിയെ പോയാൽ വലിയ വാഹനങ്ങളുടെ തിരക്കൊന്നുമില്ല, സുഖമായിട്ടങ്ങ് ഇറങ്ങാം. അങ്ങനെ ഞാൻ ജംഗ്ഷനിലെത്തി. ഇതാണ് പോളയത്തോട് ജംഗ്ഷൻ. ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു വിഷൻ ഓപ്റ്റിക്കൽസ്, ഒരു കണ്ണാടിയുടെ കടയൊക്കെ ഉണ്ട്. അതുവഴിയാണ് പോകുന്നത്. ഈ കാറൊക്കെ ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യും. ഇവിടെ ഒരു കടയുണ്ടായിരുന്നു, ഒരു സ്റ്റുഡിയോ ആണ് ഇപ്പോൾ ഇവിടെ ഭാഗ്യക്കുറി കച്ചവടമുണ്ട്. ഇത് ഓട്ടോ സ്റ്റാൻഡാണ്. ഇവിടെ അടിപൊളി ഒരു വെയിറ്റിംഗ് ഷെഡ് ഇപ്പോൾ നിർമ്മിച്ച് നൽകിയതാണ്. ഇപ്പോഴായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം, ഈ അടുത്ത സമയത്ത്. അടിപൊളി ഒരു വെയിറ്റിംഗ് ഷെഡാണ്. ഇവിടെയാണ് ഓട്ടോ സ്റ്റാൻഡ്. ഇതിനകത്തായിട്ട് മാർക്കറ്റുണ്ട്. പോളയത്തോടിൻ്റെ അകത്ത് താണ്ടെ ഇത് കുലക്കടയാണ്. പോളയത്തോട് മാർക്കറ്റിനകത്തുള്ള കുലക്കടയാണിത്. ഇവിടെ ഒരു ടീ ഷോപ്പുണ്ട്. ഈ അമ്മ ഇവിടെ ഇരുന്ന് ഭാഗ്യക്കുറി കച്ചവടം ചെയ്യുന്നു. അപ്പോൾ ഈ അച്ഛൻ എൻ്റെ അടുത്ത് പറയുകയാണ് അവരൊരു പാവ സ്ത്രീയാണെന്ന്, അവരെ കൂടെ കാണിക്കണമെന്ന്. ഈ അച്ഛനാണ് ഈ പോളയത്തോട് മാർക്കറ്റിലെ വർഷങ്ങളായിട്ട് കപ്പ വിൽപ്പന നടത്തുന്നത്. എന്ന് 365 ദിവസം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കപ്പ കാണും. ഞങ്ങൾ വാങ്ങാറുണ്ട്. അങ്ങനെ എനിക്ക് ഉടൻ തന്നെ ഒരു ബസ് കിട്ടി. ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇവിടെ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ബസ് കയറി സീറ്റുമൊക്കെ കിട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വഴിയോര കാഴ്ചകൾ അടിപൊളിയാണ്. സൈഡ് സീറ്റിലിരുന്നാൽ നമ്മൾക്കിതെല്ലാം കാണാം. കടകളും കച്ചവടങ്ങളും വ്യാപാര സ്ഥാപനങ്ങൾ. അതുകൊണ്ട് ജോസ്കോ ജുവലേഴ്സിൻ്റെ അതുവഴിയാണ് ഇങ്ങനെ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ ഇപ്പുറത്തായിട്ട് നമ്മുടെ കിക്മയുടെ ട്രെയിനിങ്, അവിടെ ഒരു ബാങ്കുണ്ട്, അതിൻ്റെ ഓഡിറ്റോറിയത്തിൽ നടത്തും. ഇത് ഇവിടെ ഒരു ക്ഷയരോഗത്തിൻ്റെ ഒരു സെൻറ്ററുണ്ട്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോവുകയാണ്. അങ്ങ് ദൂരെയായിട്ട് ഒരു പള്ളിയൊക്കെ കാണുന്നുണ്ട്. ഇതെല്ലാവർക്കും അറിയാമല്ല. ഈ പാലം എവിടെയാണെന്ന്, ഹൈസ്കൂൾ ജംഗ്ഷൻ്റെ ആ ഭാഗത്തായിട്ട് ഒരു പാലമുണ്ട്. അതും കടന്ന് പോവുകയാണ്. പാർവതി മില്ല് കഴിഞ്ഞു. അടുത്തതായിട്ട് ഇതാണ് നമ്മുടെ ജോയ് ആലുക്കാസ്. കൂടെ ഞങ്ങളിവിടെ പോകാറുണ്ട്. അത് കഴിഞ്ഞ് അടുത്തത് ഇങ്ങനെ ഇവിടെയായിട്ട് നമുക്ക് മുമ്പൊരു ഇതുണ്ടായിരുന്നു, കോഫി ഹൗസ്, ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. RP മാളും പാസ് ചെയ്ത് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയി അവസാനം നമ്മൾ ഇതാണ് വേളാങ്കണ്ണി പള്ളി. കൊല്ലത്തെ വേളാങ്കണ്ണി പള്ളി ഏതാണെന്ന് ചോദിച്ചത് ഇതാണ്. ഇവിടെ എപ്പോഴും ആളുകൾക്ക് പോയിരുന്ന് പ്രാർത്ഥിക്കാം. ഞാൻ പക്ഷേ ഇതിനകത്ത് ഇതുവരെയും കയറിയിട്ടില്ല, അതിനൊരു അവസരം വന്നില്ല. അതുകൊണ്ടാണ്. ഇപ്പുറത്തെല്ലാം ഇഷ്ടം പോലെ കണ്ണാടി കടകളെല്ലാം ഉണ്ട്. കാരുണ്യ ഓപ്റ്റിക്കൽസ്, ഞാനും അവിടെ വന്നിട്ടുണ്ട് ടെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് കണ്ണ്. ഇവിടെ ബസ് സ്റ്റോപ്പാണ്. അങ്ങ് താഴോട്ടായിട്ട് അഷ്ടമുടി കായലും ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡുമാണ് ആ കാണുന്നത്. ഇത് വില്ലേജ് ഓഫീസ് ആയിരുന്നു. അങ്ങനെ പോയി അങ്ങനെ അമ്പലത്തിൻ്റെ അടുത്തെത്തി. ബസ് ഇറങ്ങി. ദാണ്ട ഈ ഹോട്ടൽ വളരെ ഫേമസാണ്. ഇവിടെ നല്ല വെജിറ്റേറിയൻ ഫുഡ് കിട്ടും, ചൈനീസ് എല്ലാം കിട്ടും. കിടില ഫുഡാണ്. ഞാനും കഴിച്ചിട്ടുണ്ട്. ഇഡലി വിത്ത് സാമ്പാർ കിടിലമാണ്. അങ്ങനെ ഇതാണ് അമ്പലത്തിൻ്റെ മുൻവശം. ആനന്ദവല്ലീശ്വരം, കൊല്ലം കളക്ട്രേറ്റിന് മുമ്പിലുള്ള ആനന്ദവല്ലീശ്വരം അമ്പലം എന്ന് പറയുന്നത് വളരെ ഫേമസാണ്. കാരണം മിക്ക അമ്പലങ്ങളിലേക്കുമുള്ള തിരുവാഭരണം പോകുന്നത്, ഘോഷയാത്ര, തിരുവാഭരണങ്ങളെല്ലാം ഇവിടെ നിന്നാണ് ഘോഷയാത്ര പോകുന്നത്. അങ്ങനെ വളരെ ഫേമസാണ്. ശിവഭഗവാനും പാർവതി ദേവിയും സുബ്രഹ്മണ്യ സ്വാമിയും എല്ലാ സ്വാമിമാരും ഇതിനകത്ത്, എല്ലാവർക്കും അതിന് സ്ഥലമുണ്ട്. ഗണപതി ഭഗവാനും എല്ലാവരും ഒരുമിച്ചുള്ള ഒരു അമ്പലമാണ്. അങ്ങനെ ഞാൻ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു ഷെഡ് കെട്ടിയിട്ടിരിക്കുന്നു, തണൽ കിട്ടുന്നതിനായിരിക്കാം. അങ്ങനെ ഞാൻ അതിൻ്റെ മുമ്പിലിരുന്നൊരു ഫോട്ടോ എടുത്തു. അങ്ങനെ നടന്ന് ഞാൻ അതിൻ്റെ ബാക്ക് വഴിയാണ് കയറിയത്. കാരണം ഫ്രണ്ടിൽ കൂടെ അല്ല കടന്നു വന്നത്. എങ്ങനെയോ ഞാൻ ബാക്കിൽ കൂടെ അവിടെ പെട്ടു. അങ്ങനെ അവിടെ അടച്ചിരിക്കുന്നു. കാരണം നിവേദ്യം നടക്കുന്നത് കാരണം അടച്ചിരുന്നു. ഞാൻ ബാക്കിൽ കൂടെ വന്നത്. അപ്പോഴാണ് പുതിയ ഒരു കുളം ഇവിടെ സ്ഥാപിച്ചു എന്ന് കണ്ടത്. അങ്ങനെ കുളത്തിൻ്റെ ആരോ മാർക്ക് കണ്ട് ഞാൻ താഴോട്ട് ഇറങ്ങി. ഇവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് ചെന്ന്
കടവ് ഞാൻ കണ്ടു. കിടിലം ഒരു പുത്തൻ കുളക്കടവ്. അവിടെ ഒരു വലിയ മരമുണ്ട്. അതിൻ്റെ ആ മരത്തിൻ്റെ അതുവഴിയാണ് കണ്ട പുതുപുത്തൻ കുളമാണ് ഈ സ്ഥാപിച്ചിരിക്കുന്നത്. കിടിലമാണ്. അകത്തോട്ട് ഇറങ്ങാനുള്ള ഗേറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ അതെല്ലാം ഗ്രില്ലിട്ട് നല്ല ഭംഗിയായിട്ട് പൂട്ടിയിരിക്കുകയാണ്. നല്ല തെളിഞ്ഞ കിടിലം വെള്ളം. അങ്ങനെ അടിപൊളി ഒരു കുളം ഇപ്പോൾ സ്ഥാപിച്ചതാണ്. ഇതിൻ്റെ ഉദ്ഘാടനമൊക്കെ ഈ അടുത്ത സമയത്താണ് ഞാൻ പത്രത്തിൽ കണ്ടത്. അങ്ങനെ കുളം നടന്ന് ഞാൻ കണ്ടു. കാരണം നിവേദ്യ സമയമായതുകൊണ്ടാണ്. അങ്ങനെ ആ കുളമെല്ലാം ഞാൻ നടന്ന് കണ്ടു. വീഡിയോയും ഒക്കെ എടുത്തു. ഇതാണ് കണ്ട അതിവിശാലമായ ഒരു കുളമാണ് സ്ഥാപിച്ചത്. അവിടെ കാർ പാർക്കിങ്ങിനും അതുപോലെ തന്നെ ബൈക്കൊക്കെ വെക്കാനും അല്പം സൗകര്യമുണ്ട് ഇതിൻ്റെ ബാക്ക് വശമായതുകൊണ്ട്. ഇതാണ് ആൽമരം. അവിടെ ഇത്തിരി തണലും നല്ല ഇതുണ്ട്, നല്ല സുഖം. അങ്ങനെ ഞാൻ അവിടെ നിന്നൊരു വീഡിയോ എടുത്തു. ഒരു പയ്യൻ മാത്രം അതിൻ്റെ പടിയിലിരിക്കുന്നു.